നിനക്കായി ഞാൻ കാത്തിരിക്കേ ഉള്ളിലോ മനിക്കേ നെഞ്ചമോർത്തിരിക്കേ. എങ്ങനെയാണ് ഈ വൈകാഷ് വരവീണ എന്നുള്ള പേര് വന്നത്? ഓ അതാണോ? വരവീണ എൻ്റെ വീട്ടുപേരാണ് ആക്ച്വലി. ഇപ്പം ആക്ച്വലി കുറേ കവേഴ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് ഒരു ഫിലിമിൽ പാട്ട് പാടാനൊക്കെ പറ്റിയത്. അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. എൻ്റെ പേര് വൈകാഷ് വരവേണ. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. പക്ഷേ ഇപ്പോൾ കൊച്ചിയിലേക്ക് ഒരു 2 വർഷമായിട്ട് മാറിയിരിക്കുകയാണ്. പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും വായിക്കും? കീബോർഡ് വായിക്കും, അതുപോലെ ഗിറ്റാർ ചെറുതായിട്ട് വായിക്കും. ആക്ച്വലി ഞാൻ ചെറുപ്പം മുതലേ മ്യൂസിക് പഠിക്കുന്നുണ്ട്. 2ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ കലോത്സവം അങ്ങനെ ആ ഒരു വഴി കൂടെ വന്ന് കോളേജ് എത്തിയതിന് ശേഷമാണ് കുറച്ചും കൂടെ ഒരുപാട് മ്യൂസിഷ്യൻസിനൊക്കെ പരിചയപ്പെടാൻ തുടങ്ങി. കുറേ ബാൻഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ബാൻഡ് ഷോസ് ഒക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇങ്ങനെയൊക്കെ ആവണം, ഇങ്ങനെയൊക്കെ ആയ രസം ഉണ്ടാവും, ഒരു ആഗ്രഹം വന്നു. അങ്ങനെ ദേവഗിരി കോളേജിലാണ് പഠിച്ചത്, കോഴിക്കോട്. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ടൈം പെർഫോം ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈം പെർഫോം ചെയ്തിരിക്കുന്നത് ആക്ച്വലി 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ആ പാട്ട് മറ്റേ നിലാവേ മായുമോ ആ പാട്ടാണ് ഫസ്റ്റ്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു അമ്പലത്തിൽ ഒരു ഗാനമേളയ്ക്ക് പാടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ ആ പാട്ടാണ് പാടിയത്. സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തത് ഫസ്റ്റ് കാற்றிൻ മൊഴി പാട്ടാണ് റെക്കോർഡ് ചെയ്തത് സ്റ്റുഡിയോയിൽ. അപ്കമിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ ചലഞ്ച് ആയിട്ട് തോന്നിക്കുന്നത് എന്താണ്? കൺസിസ്റ്റൻസി ഭയങ്കര. ഞാൻ ആക്ച്വലി ഒരു 2 വർഷമായിട്ടേ ഉള്ളൂ കംപ്ലീറ്റ്ലി മ്യൂസിക്കിൽ ഇറങ്ങിയത്. കാർന്നായിരുന്നു ഫസ്റ്റ് പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ നല്ലോണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. കുറേ പാട്ട് മില്യൺസ് ആയിട്ടുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി ആക്ച്വലി ഇപ്പം ഇല്ല. കാരണം നമുക്ക് പരിപാടി ഷോസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ ആ സമയത്ത് വേറെ ഒന്നും നമ്മുടെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റെക്കോർഡിങ് ഞാൻ പറഞ്ഞില്ലേ, ഈ 2 വർഷം മുന്നേ പറഞ്ഞാൽ ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ജേർണലിസം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഞാൻ ഒരു 6 മാസം ഒരു ബ്രേക്ക് പോലെ. ഇനി ഞാൻ വേറെ പുറത്തേക്കൊന്നുമില്ല, കുറച്ച് പാട്ടൊക്കെ പാടി വീട്ടിലങ്ങനെ ഇരിക്കാം. എനിക്കെന്താ മ്യൂസിക്കിലേക്ക് ഇറങ്ങണം എന്നൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം വന്നു. വെറുതെ ഒരു പാട്ട് ഒരു വീക്കിലി പോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടോ കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഓൾറെഡി കുറേ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതൊന്നും എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വീട്ടിൽ തന്നെ കാറിലിരുന്ന് പതുക്കെ ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടാൻ തുടങ്ങി. അപ്പോൾ അത് ഒരു പാട്ട് ആദ്യം മില്യണായി. അപ്പോൾ ഞാൻ വിചാരിച്ചോ കൊള്ളാലോ, അപ്പോൾ ഒരു പാട്ടൂടെ കാർന്ന് പാടാം. അപ്പോൾ അത് മില്യണായി. 3ാമത്തത് കൂടെ മില്യണായപ്പം ഉറപ്പിച്ചു എനിക്ക് കാർന്ന് പാടാം. ഇതിലെന്തോ സംഭവം ഉണ്ട്. ലേറ്റസ്റ്റ് റെക്കോർഡിംഗ് അതിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല കമന്റ്സ് ഒക്കെ അറിയിക്കുന്നുണ്ട്. ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ആക്ച്വലി ഞാൻ അതിൻ്റെ തമിഴ് വേർഷൻ ആദ്യം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്യൂഡിൻ്റെ. അപ്പോൾ അത് കേട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മലയാളം വേർഷൻ ചാൻസ് കിട്ടിയത്. സായിൻ്റെ പ്രോഗ്രാമറുണ്ട് ജിഷ്ണു എന്ന് പറഞ്ഞു. ജിഷ്ണു ചേട്ടൻ വഴിയാണ് ഇങ്ങനെ ഒരു നല്ലൊരു അവസരം കിട്ടിയത്. ആക്ച്വലി മലയാളമാണോ? നിനക്കായി ഞാൻ കാത്തിരിക്കേ ഉള്ളിലോ മനിക്കേ നെഞ്ചമോർത്തിരിക്കേ. നിന്നേർക്കുവാനത്തെ താണ്ടിയും വന്നുയിരാകെ നിലാവേ നിനക്കേകാം. എൻ ശ്വാസനിശ്വാസങ്ങൾ നിറയുന്നു ദിനമവൻ നിരന്തരമുയിരിൻ്റെ ഓക്സിജൻ അളവവൻ. ആരവനായിരം ഹീലിയം സ്റ്റാറവൻ അവനാണെന്നകമേ. ഒരലയവൾ അനവധി നിറമുള്ള നിലവൾ നിലവു പോലരികത്തെ നിരന്തര നിഴലവൾ. ശരിയവൾ ചുവടവൾ ഇനി നല്ല നിമിഷങ്ങൾക്കെല്ലാം കാരണമായി. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇതെൻ്റെ ഗ്രോത്ത് ആണെന്ന് ഫീൽ ചെയ്തേക്കുന്ന ഒരു മൊമെന്റ്. അത് ആക്ച്വലി നമുക്ക് ഇത്രയും എന്താ പറയുക, ഇത്രയും കവേഴ്സൊക്കെ ചെയ്ത് നമ്മൾ ഇത്രയും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഗ്രോത്ത്. നമ്മൾ അത്രയും പാട്ടുകൾ പാടിയതിനെ കൊണ്ടാണ് ഇപ്പോൾ സ്റ്റേജ് ഷോസ് നമുക്ക് കിട്ടുന്നത്. അവിടെയാണ് നമ്മളെ ഒരു, എന്നെ സംബന്ധിച്ച് എനിക്കൊരു സക്സസ് എന്ന് തോന്നിയത്. അപ്പം അത്രയും ഇപ്പം ഞാൻ കവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇപ്പോൾ ഷോസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം അതാണ് അതിൻ്റെ. അപ്പം ഞാൻ അന്ന് ഇത്രയും പാട്ട് പാടിയില്ലായിരുന്നെങ്കിൽ എന്നെ ആരും ഐഡന്റിഫൈ ചെയ്യില്ല, ആർക്കും എൻ്റെ പേര് പോലും അറിയണ്ടാവില്ല. ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ഫീൽ ചെയ്തേക്കുന്ന ഒരു മൊമെന്റ് ഏതാണ്? ഇപ്പം ആക്ച്വലി കുറേ കവേഴ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു ഫിലിമിൽ സായിൻ്റെ പാട്ട് പാടാനൊക്കെ പറ്റിയത്. അപ്പം അത് ആക്ച്വലി എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇനി എൻ്റെ കുറേ വർക്ക്സ് ഇനി വരാനുണ്ട്. കുറേ പാട്ടുകൾ, ഒരു 3 പാട്ട് ഇപ്പം തന്നെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓൺ കമ്പോസിഷൻ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അതും മേ ബി ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് മിക്കവാറും റിലീസ് ആവും. എൻ്റെ OC. അടുത്ത ഒരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് കിടക്കാം. ഇഫ് യുവർ വോയിസ് ഹാഡ് എ ഫ്ലേവർ വാട്ട് വുഡ് ഇറ്റ് ബി? തേനുപോലെ. ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ആരാ? ദീപക് ദേവ് സാർ. ഓക്കെ. ആദ്യമായിട്ട് പാടിയ പാട്ട്? കാട്ടറിൻ മഴി. ഫസ്റ്റ് പാടിയ പാട്ട്, പെർഫോം ചെയ്ത പാട്ട്? നിലാവേ മഹിമോ. യെസ്. ഡ്രീം കൊളാബ് ആരായിട്ടാണ്? A. Raman സാർ. അടിപൊളി. സ്റ്റേജ് ഓർ സ്റ്റുഡിയോ ആണ് പ്രിഫർ? ബോത്ത്. രണ്ടും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. എപ്പോഴും പ്ലേലിസ്റ്റിലുള്ള ഒരു ആർട്ടിസ്റ്റ്? അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇല്ല. അർജിത് സിംഗ്. ഓക്കെ. യെസ്. വലിയ ക്രൗഡാണോ ചെറിയ ക്രൗഡാണോ പ്രിഫർ ചെയ്യുന്നത്? രണ്ടും ഇഷ്ടമാണ്. സ്വന്തമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്ന സോങ്? ഒരു നോക്ക് കാണുവാൻ.
ഗോ ടു കരോക്കെ സോങ്. വേൽമുരുക ഹരോഹര. അടിപൊളി. മൈക്ക് ഓർ നോ മൈക്ക്? മൈക്ക്. മോർണിംഗ് വോയിസ് ആണോ നൈറ്റ് വോയിസ് ആണോ? നൈറ്റ് വോയിസ് ഓഫ് കോഴ്സ്. എൻ്റെ അമ്മേ. ഒരൊറ്റ വാക്കില് വൈകാഷിന്റെ മ്യൂസിക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? മെലഡി. Where do you see yourself and your music in the next 5 years? എനിക്ക് കുറേ നല്ല പാട്ടുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒറിജിനൽ ഫസ്റ്റ് അതാണ്. രണ്ടാമത് കുറേ നല്ല മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തമിഴ് ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. കുറേ തമിഴ് പാട്ടുകൾ പാടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കുറേ നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടണം, കുറേ നല്ല സ്റ്റേജ് ഷോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു 5 വർഷം കൊണ്ട് എന്തായാലും ഇത്രയൊക്കെയല്ലേ നമുക്ക് ആഗ്രഹിക്കാം. Which song is closest to your heart and why? ഇത് പറയാതെ അറിയാതെ നീ പോയതല്ലേ. അപ്പോൾ അത് ഭയങ്കര എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു പാട്ടുമാണ്. പിന്നെ എല്ലാ സ്റ്റേജിൽ പോയാലും ഞാൻ ആ പാട്ട് പാടാണ്ട് എവിടെ നിന്നും വരാറില്ല. അൺപ്ലഗ്ഡ് നമ്മൾ ഷോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മെലഡി സെഷൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അതിലെ ഫസ്റ്റ് പാട്ട് പറയാതെ അറിയാതെയാണ് പാടുന്നത്. കാറും കോളും മായുമെങ്ങോ കാണാത്തീരങ്ങൾ കാണുമോ വേനൽ പൂവേ നിന്റെ നെഞ്ചിൽ വേളിപ്പൂക്കാലം പാടുമോ നീയില്ല എങ്കിലൻ ജന്മമിന്നെന്തിനായി എൻ ജീവനെ ചൊല്ലു നീ ഇന്നും ഓർക്കുന്നുവോ എന്നും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്.